അപ്പോൾ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കാൻ പോകുന്നത് ഡോക്ടർ ശശി തരൂരിന്റെ ഈ ഭൂതക്കണ്ണാടി അത് ഏതെങ്കിലും ഒരു ആനുകാലിക സംഭവം അല്ലെങ്കിൽ ഒരു വാർത്താധിഷ്ഠിത സംഭവത്തെ അല്ലെങ്കിൽ ഒരു വാർത്തയെ തന്നെ ഭൂതക്കണ്ണാടി വെച്ച് ലെൻസ് വെച്ചൊന്ന് പരിശോധിക്കുന്ന പരിപാടി ഒരു സെഗ്മെന്റ് ആണ് ഈ ഭൂതക്കണ്ണാടി. ഇന്ന് നമുക്ക് പരിശോധിക്കാൻ ഒരു സാധനം നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഡോക്ടർ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭൂത ഭാവി വർത്തമാന സംഗതികളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തരൂരിനെ കോൺഗ്രസ് നേതൃത്വം തമ്മിലുള്ള ഭിന്നത അത് തുടരുകയാണ്. അത് ഇങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകഴ്ത്തി പാർട്ടിയെ വെട്ടിലാക്കിയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. ഇപ്പോഴും പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടു എന്ന ആക്ഷേപമുള്ള ശശി തരൂർ ഹൈക്കമാൻഡിന് മുന്നിൽ തന്റെ ആവശ്യങ്ങൾ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കണ്ടു. പക്ഷേ തരൂരിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അദ്ദേഹത്തെ പരസ്യമായി തള്ളാനോ നേതൃത്വം ഇതുവരെ തയ്യാറുമല്ല. വിശ്വപൗരന്റെ അടുത്ത നീക്കം എന്തെന്ന് ഉറ്റുനോക്കുകയാണ് കേരള രാഷ്ട്രീയം തന്നെയല്ല ദേശീയ രാഷ്ട്രീയവും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശശി തരൂർ പ്രവർത്തക സമിതിയിലെത്തി. എന്നാൽ പിന്നീട് പാർട്ടിയിൽ തുടർച്ചയായി തഴയപ്പെടുന്നത് തിരിച്ചറിഞ്ഞ ശശി തരൂർ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയെങ്കിലും മാസങ്ങളോളം മറുപടി ലഭിച്ചില്ല. തുടർന്നാണ് ശശി തരൂർ തനി തരൂരിയൻ ശൈലി പുറത്തെടുത്തത്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകഴ്ത്തി പാർട്ടിയെ വെട്ടിലാക്കിയതോടെ ശശി തരൂരിന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങി. ദേശീയ തലത്തിൽ തഴയപ്പെടുന്നതുകൊണ്ട് താൻ കേരളത്തിൽ കേന്ദ്രീകരിക്കാനാണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതെന്നാണ് തരൂർ രാഹുലിന് മുന്നിൽ വെച്ച ചോദ്യം. അങ്ങനെയെങ്കിൽ തനിക്ക് നൽകുന്ന ചുമതലയെന്ത്? തരൂരിന്റെ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധിക്ക് മറുപടിയില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അസ്വസ്ഥനായി തന്നെ തുടരുകയാണ് തരൂർ. അറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ. ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ മലയാളം പോഡ്കാസ്റ്റിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ മനസ്സ് തുറക്കുകയാണ് തരൂർ. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യമുണ്ട്. പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകില്ല. കോൺഗ്രസ് വിരുദ്ധരുടെ പോലും വോട്ടുകൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും പറഞ്ഞ തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അവകാശപ്പെടുകയാണ്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേറെ വഴിയുണ്ടെന്നാണ് കോൺഗ്രസിനുള്ള തരൂരിന്റെ മുന്നറിയിപ്പ്. തരൂരിന്റെ കാര്യത്തിൽ സമദൂര നിലപാടിലാണ് BJP. എന്നാൽ അവസരം മുതലെടുക്കാൻ CPIM രംഗത്തുണ്ട്. ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നത്തെ തമസ്കരിക്കുന്നതിനാണ്. അപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെല്ലുവിളി കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. അഭിമുഖം പുറത്തുവന്ന ശേഷം കൂടുതൽ പ്രതികരണങ്ങൾക്ക് തരൂർ തയ്യാറല്ല. നേതൃത്വത്തിന്റെ നിലപാടറിയാൻ കാത്തുനിൽക്കുകയാണ് തരൂർ. പ്രതികരിച്ചാൽ തിരിച്ചടിയാകും. അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം.